Hi all, welcome to the session. In today's sessions, we are going to learn how to write curl operator in orthogonal curvilinear coordinate system. So in our previous sessions, we learned what is this orthogonal curvilinear coordinate system, how we can transform the equations from Cartesian coordinate system to orthogonal curvilinear coordinate system. Also, we learned other differential operators like divergence, gradient, etc. in orthogonal curvilinear coordinate system. So in this session, we are going to learn how to write another differential operator curl in the given orthogonal curvilinear coordinate system, and we know how to write curl in Cartesian coordinate system. So we are just going to find out how to write curl operator in orthogonal curvilinear coordinate system. Let's move to the topic. കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ പഠിച്ച ഡിഫറെൻ്റ് ഓപ്പറേറ്റേഴ്സ് ഗ്രേഡിയൻറ്റ് പഠിച്ചു, ഡൈവേർജൻസ് പഠിച്ചു, ലാപ്ലാസിയൻ പഠിച്ചു. അപ്പോൾ ഗ്രേഡിയൻറ്റ് നിങ്ങൾക്കറിയാം, it is given by del, which is equal to u1 by h1 dou by dou q1, u2 by h2 dou by dou q2, u3 by h3 dou by dou q3. നമ്മൾ ഓർത്തോഗണൽ കർവിലിനിയർ കോർഡിനേറ്റ് സിസ്റ്റം പഠിച്ച സമയത്ത് പറഞ്ഞു, what are these u1, u2, u3? They are nothing but unit vectors perpendicular to the surface, or they are the unit vectors in the increasing direction of q1, q2 and q3, and these q1, q2, q3 are സർഫസസ്. അപ്പോൾ Q1 എന്ന് പറയുന്ന സർഫസിനെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന Q1ന്റെ ഇൻക്രീസിങ് ഡയറക്ഷനിൽ വരുന്നതാണ് U1. അതേപോലെ Q2ന്റെ ഡയറക്ഷനിൽ ഇൻക്രീസിങ് ഡയറക്ഷനിൽ വരുന്നത് U2, Q3യുടെ ഇൻക്രീസിങ് ഡയറക്ഷനിൽ വരുന്നത് U3. അപ്പോൾ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആൻഡ് H1, H2, H3 ആർ സ്കെയിൽ ഫാക്ടേഴ്സ്. ഈ സ്കെയിൽ ഫാക്ടേഴ്സ് എന്താണ്? ഓരോ കോർഡിനേറ്റ് സിസ്റ്റത്തിനും ഡിഫറെൻ്റ് ആണ്. ദേ ആർ ഡിഫറെൻറ്റ്. സ്ഫെറിക്കൽ പോളാറിനുള്ളതായിരിക്കത്തില്ല സിലിണ്ടറിക്കൽ പോളാറിനുള്ളത്. അങ്ങനെ നമ്മൾ എന്ത് പഠിച്ചു? ഡൈവേർജൻസ് പഠിച്ചു. ഒരു ലെന്തി ഡെറിവേഷൻ ആയിരുന്നു, വളരെ നല്ല രീതിയിൽ അത് നോക്കുക. ഡൈവേർജൻസ് പഠിച്ചു ആൻഡ് വി ഗോട്ട് ദി ഫൈനൈറ്റ് ഫോം. ആൻഡ് ഓൾസോ വി ഹാവ് ലേൺ ലാപ്ലാസിയൻ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ലാപ്ലാസിയൻ ആയിരുന്നു. ആൻഡ് കഴിഞ്ഞ സെഷൻ നമ്മൾ ഇതായിരുന്നു ഡിസ്കസ് ചെയ്തത്, ഹൗ ടു റൈറ്റ് ലാപ്ലാസിയൻ ഇൻ ഓർത്തോഗണൽ കർവിലിനിയർ കോർഡിനേറ്റ് സിസ്റ്റം. സോ ഇൻ ദിസ് സെഷൻ വി ആർ ഗോയിങ് ടു ലേൺ ഹൗ ടു റൈറ്റ് കേൾ. അപ്പോൾ കേൾ എഴുതാൻ വി നീഡ് എ വെക്റ്റർ, ആൻഡ് വി നോ ഈ എസ് എ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, വി ആർ കൺസിഡറിങ് വി ആസ് എ വെക്റ്റർ ഫംഗ്ഷൻ, റൈറ്റ്? ആൻഡ് ആ വി എന്ന് പറയുന്നതിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് v1 ആൻഡ് യൂണിറ്റ് വെക്റ്റർ u1 അല്ലേ? ഇത് കമ്പോണൻസ് ആണ് നമ്മൾ പറഞ്ഞു. ആൻഡ് വി ഈസ് ഗിവൺ ബൈ v1 u1 പ്ലസ് v2 u2 പ്ലസ് v3 u3. നമുക്ക് വേണ്ടത് കേൾ വി ആണ്. ആൻഡ് ഹൗ ടു റൈറ്റ് ദിസ് കേൾ വി ഇൻ ഓർത്തോഗണൽ കർവിലിനിയർ കോർഡിനേറ്റ് സിസ്റ്റം. സോ കേൾ വി ഈസ് നത്തിങ് ബട്ട് ഡെൽ ക്രോസ് വി, റൈറ്റ്? ഡെൽ ക്രോസ് വി, ആൻഡ് വി ഈസ് എ വെക്റ്റർ. എന്ത് ചെയ്യണം? വിക്ക് പകരം just write this v in component form. So del cross v ക്ക് പകരം del cross v1 u1 plus v2 u2 plus v3 u3. ഇത് എൻ്റെ കൂടെ തന്നെ എഴുതി പോവുക. നിങ്ങളൊരു പേപ്പറിൽ സ്വയം എഴുതി പോവുക, എങ്കിൽ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. കൂടെ തന്നെ ഡെറൈവ് ചെയ്ത് പോവുക. നമ്മൾ എന്ത് ചെയ്തു? കേൾ വി എഴുതി. ആ വി എന്ന് പറയുന്ന വെക്ടറിനെ നമ്മൾ കമ്പോണൻ്റ്, ആ വിയുടെ വെക്ടർ കമ്പോണൻസിനെ അല്ലെങ്കിൽ ആ വെക്ടർ ഫോമിൽ നമ്മൾ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വിക്ക് പകരം 3 ടേം ആയിട്ട് ഇതിനെ മാറ്റുക. സോ വി ഹാവ് ഡെൽ ക്രോസ് വാട്ട്? ഫസ്റ്റ് വൺ ഡെൽ ക്രോസ് u1 v1, ഡെൽ ക്രോസ് u1 v1 പ്ലസ് ഡെൽ ക്രോസ് u2 v2 പ്ലസ് ഡെൽ ക്രോസ് u3 v3. ഈ 3 കമ്പോണന്റും കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we will get del cross v in orthogonal curvilinear coordinate system. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് we have to write what is del cross u1 v1. അപ്പോൾ del cross u1 v1 എന്ന് പറയുന്ന എക്സ്പ്രഷന്റെ ഐഡന്റിറ്റി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്.
ഡെൽ ക്രോസ് u1 v1 ഡെൽ ഡോട്ട് u1 v1 എങ്ങനെയെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കൃത്യമായും അത് ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. അതിനനുസരിച്ച് അതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൽ ക്രോസ് u1 v1 ഇറ്റ് ഈസ് നത്തിങ് ബട്ട് v1 ഇൻറ്റു വാട്ട് ഡെൽ ക്രോസ് u1 minus u1 cross del what u1 cross del v1. So this is identity. Del cross u1 v1 equal to v1 del cross u1 minus u1 cross del v1. ഇനി എന്ത് ചെയ്യണം? You have to write what is the expression of del cross u1. ഡെൽ ക്രോസ് u1 ന്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതണം. ഈ ഡെൽ ക്രോസ് u1 നമ്മൾ ഇതിന് മുന്നേ എഴുതിയിട്ടുണ്ട്. എവിടെ നിന്ന് ഓർമ്മയുണ്ടോ? ഡൈവേർജൻസ് നമ്മൾ പ്രൂവ് ചെയ്ത സമയത്ത് ആ ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പായിട്ട് വി ഹാവ് പ്രൂവ്ഡ് വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് ഡെൽ ക്രോസ് u1. ആ ഡെൽ ക്രോസ് u1 അത് നോക്കി ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. വാട്ട് ഈസ് ഡെൽ ക്രോസ് u1 എന്നുള്ളത് ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. സോ ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടിയത്. ഡെൽ ക്രോസ് u1 എന്ന് പറയുന്നത് ഇത് കാണാതെ പഠിക്കണം. കാരണം ഈ ഒരു ഡെറിവേഷൻ സമയത്ത് വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് വാട്ട്സ് ദ എക്സ്പ്രഷൻ ഓഫ് ഡെൽ ക്രോസ് u1. ഇത് നമ്മൾ ഡൈവേർജൻസ് ചെയ്തപ്പോൾ ഡിറൈവ് ചെയ്തതാണ്. ഡെൽ ക്രോസ് u1 എന്ന് പറഞ്ഞാൽ u2 ബൈ h1 h3 ഡോ h1 ബൈ ഡോ q3 മൈനസ് u3 ബൈ h1 h2 ഡോ h1 ബൈ ഡോ q2. ഇനി എന്ത് ചെയ്യണ്ടേ? ഇതിലേക്ക് ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. സോ ദിസ് ഇസ് ഇക്വേഷൻ 1. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ഡെൽ ക്രോസ് u1 v1 എന്ന് കണ്ടുപിടിച്ച് എൻ്റെ കൂടെ ഒന്ന് എഴുതിക്കേ. ഡെൽ ക്രോസ് u1 v1 it is equal to v1 ഉണ്ട് v1 ഇൻറ്റു ഡെൽ ക്രോസ് u1 ന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താ? u2 ബൈ h1 h3 ഡോ h1 ബൈ ഡോ q3 മൈനസ് u3 ബൈ h1 h2 ഡോ h1 ബൈ ഡോ q2. അല്ലേ? സംശയമൊന്നുമില്ല. നമ്മൾ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ നടത്തുന്നുള്ളൂ. അപ്പോൾ ഡെൽ ക്രോസ് u1 v1 ആയി മൈനസ് u1 ക്രോസ് ഡെൽ v1. നമ്മൾ ഡൈവർജൻസ് പഠിച്ചു, സോറി ഗ്രേഡിയന്റ് പഠിച്ചു. ഡെൽ v1 എന്താ? ഡെൽ v1 ഇൻ ഓർത്തോഗണൽ കർവിലിനിയർ കോർഡിനേറ്റ് സിസ്റ്റം 1 by h1 or u1 by h1 ഡോ v1 by ഡോ q1 ഡോ v1 by ഡോ q1 പ്ലസ് u2 by h2 ഡോ v2 by ഡോ q2 സോറി ഡോ v1 ബൈ ഡോ q2. v1 ആണ് നമ്മുടെ നമ്മൾ എഴുതുന്നത്. ഡെൽ v1 ആണ് നമ്മൾ എഴുതുന്നത്. സോ ഡോ v1 ബൈ ഡോ q2 പ്ലസ് u3 ബൈ h3 ഡോ v1 ബൈ ഡോ q3. അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻ 1ലേക്ക് ഡെൽ ക്രോസ് u1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡെൽ v1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സംശയമില്ലേ? ഇത് ഡെൽ ക്രോസ് u1 ആണ്. ഡെൽ ക്രോസ് u1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇവിടെ ഡെൽ v1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ടേം ബൈ ടേം ആയിട്ട് മാറ്റുക. അതോടൊപ്പം ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, വി ഹാവ് u1 ക്രോസ് u1 ഇറ്റ് ഈസ് 0. അപ്പോൾ ഫസ്റ്റ് ടൈം പോയി. ആൻഡ് u1 ക്രോസ് u2 u3 u1 ക്രോസ് u3 മൈനസ് u2 അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേണം ഇവിടെ എഴുതാൻ. ഒന്ന് എഴുതി നോക്കിക്കേ. ഓരോ ടേം ബൈ ടേം ആയിട്ട് ഒന്ന് എഴുതി നോക്കിക്കേ. ഈ രീതിയിൽ കിട്ടിക്കാണും ഡെൽ ക്രോസ് u1 v1. ഓരോ ടേം ബൈ ടേം മാറ്റുക. അതുപോലെ u1 ക്രോസ് u2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, u3 ക്രോസ് u1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഒരു രീതിയിൽ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഇവിടെ രണ്ട് ടേം ഉണ്ട്, u2ന്റെ രണ്ട് ടേം ഉണ്ട്, u3യുടെ രണ്ട് ടേം ഉണ്ട്. ഗ്രൂപ്പ് ചെയ്യുക. സോ ദാറ്റ് വിൽ ഗെറ്റ് ഡെൽ ക്രോസ് u1 v1 ഈക്വൽ ടു u2ന്റെ രണ്ട് ടേം ഇറ്റ് ഈസ് v1 ബൈ
H1 H3 ഡോ H1/ഡോ Q3. എൻ്റെ കൂടെ എഴുതി പോകണം. ഒരു പേപ്പർ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയാലേ ഇത് മനസ്സിലാകത്തുള്ളൂ. അതുപോലെ U2ൻ്റെ അടുത്ത ടേം പ്ലസ് 1/H3 ഡോ V1/ഡോ Q3. അതുപോലെ U3യുടെ ടേമിനെയും ഗ്രൂപ്പ് ചെയ്യാം. U3 ഇൻറ്റു വാട്ട് U3 ഇൻറ്റു മൈനസ് U3 കോമൺ ആയിട്ട് എടുക്കാം. ഓക്കെ, സോ ടേക്ക് മൈനസ് U3. സോ മൈനസ് U3 ഇൻറ്റു V1/H1 H2 ഡോ H1/ഡോ Q2 പ്ലസ് 1/H2 പ്ലസ് 1/H2 ഡോ V1/ഡോ Q2 ഡോ V1/ഡോ Q2. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? U2ൻ്റെയും U3ൻ്റെയും ടേം രണ്ടായിട്ട് ഗ്രൂപ്പ് ചെയ്ത് എഴുതി. ഇവിടെ നമുക്കുള്ള രണ്ട് ടേം ഉണ്ട്. V1 H1 H3 ഡോ H1/ഡോ Q3, അതുപോലെ 1/H3 ഡോ V1/ഡോ Q3. ഈ രണ്ട് ടേമിനെയും കൂടെ ചേർത്ത് ഈ ഒരു രീതിയിൽ എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക. അതായത് 1/H1 H3 ഡോ Q3 1/H1 H3 ഡോ Q3 ഓഫ് V1 H1. ഈ ഒരു ടേം നമുക്ക് ചെയ്താൽ എന്താ കിട്ടുന്നത്? ആദ്യം V1 ഇൻറ്റു ഡോ H1/ഡോ Q3, അതായത് 1/H1 H3 V1 ഇൻറ്റു ഡോ H1/ഡോ Q3. അതല്ലേ ആദ്യത്തെ ടൈം. ഇത് നമ്മൾ കഴിഞ്ഞ ഡെറിവേഷൻ ഇതേപോലെ നമ്മൾ രണ്ട് ടൈമിന് ഒറ്റ ഡിഫറൻഷ്യലായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ അടുത്ത H1 എഴുതിയാൽ H1 ക്യാൻസൽ ചെയ്യും. സോ 1/H3 ഡോ V1/ഡോ Q3 അല്ലേ? അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ രണ്ട് ടേമിനെയും കൂടെ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഒറ്റ ടേമിൻ്റെ ഡിഫറൻഷ്യലായിട്ട് എഴുതാൻ പറ്റുമെന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെൽ ക്രോസ് U1 V1 എങ്ങനെ എഴുതാം? വി ഹാവ് ദി ഫോം ഡെൽ ക്രോസ് U1 V1 ഈക്വൽ ടു വാട്ട്? U2/H1 H3 U2/H1 H3 എന്ത് ചെയ്യാം? ആ രണ്ട് ടേമിനെയും കൂടെ ചേർത്ത് ഡോ Q3 ഓഫ് V1 H1 അല്ലേ? അതുപോലെ അടുത്ത എന്ത് ചെയ്യാവേ? മൈനസ് U3/H1 H2 ഡോ Q2 ഓഫ് വാട്ട്? V1 H1 ഡോ Q2 ഓഫ് V1 H1. അപ്പോൾ നമ്മൾ ആരെ കണ്ടുപിടിച്ചു? ഡെൽ ക്രോസ് U1 V1 നമ്മൾ കണ്ടുപിടിച്ചു. എന്തിനാണ് ഇത് കണ്ടുപിടിക്കുന്നത്? ഡെൽ ക്രോസ് U1 V1 കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഏതിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ? ഇതിലേക്ക് ഡെൽ ക്രോസ് വിയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഡെൽ ക്രോസ് U1 V1 വേണം. അതുപോലെ എന്ത് വേണം? ഡെൽ ക്രോസ് U2 V2 വേണം. ഡെൽ ക്രോസ് U3 V3 വേണം. അപ്പോൾ എന്ത് ചെയ്യുക? ഈ മൂന്ന് ടേമും കണ്ടുപിടിച്ചിട്ട് കൂട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഇപ്പോൾ എഴുതിയത് എന്താണ്? ഡെൽ ക്രോസ് U1 V1 ആണ് നമ്മൾ എഴുതിയത്. സിമിലർലി we need to write what is del cross U2 V2. ഇതേപോലെ നമുക്ക് എന്ത് എഴുതാം? ഡെൽ ക്രോസ് U2 V2 എഴുതാം. ഒന്ന് എഴുതിക്കേ സൈക്ലിക് ആയിട്ട് ഇതിനെ മാറ്റി ഒന്ന് ഡെൽ ക്രോസ് U2 V2 എഴുതിക്കേ. കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പറഞ്ഞതല്ലേ നമ്മൾ സൈക്ലിക് ആയിട്ട് എങ്ങനെ മാറ്റുന്നു. സോ വാട്ട് ഇസ് ഡെൽ ക്രോസ് U2 V2? U2 നിന്നിടത്തൊക്കെ U3 ആകുന്നു. U3/H1ന്റെ സ്ഥാനത്ത് H2 ആകുന്നു. H3യുടെ സ്ഥാനത്ത് H1 ആകുന്നു. Q3യുടെ സ്ഥാനത്ത് Q1 ആകുന്നു. ഡോ Q1 ഓഫ് വാട്ട്? V2 H2 മൈനസ്
U3 സ്ഥാനത്ത് U1 സൈക്ലിക് ആയിട്ട് U1 U2 U3 U3 U1 ആകുന്നു അല്ലേ? നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞതാണ് U1 ഉണ്ട്, U2 ഉണ്ട്, U3 ഉണ്ട്. അതുപോലെ Q1 കാണും, Q2 കാണും, Q3 കാണും. ഇത് U1 എല്ലാം U2 ആയിട്ട് മാറുക, U2 എല്ലാം U3 ആയിട്ട് മാറുക, U3 എല്ലാം U1 ആയിട്ട് മാറുക. ഓക്കെ, U1 by 1 H2 H1 H2 H3 dou by dou Q3 of V2 H2. ഇതുപോലെ ഡെൽ ക്രോസ് U3 V3 എന്ന് എഴുതിക്കേ. ഈ രീതിയിൽ കിട്ടിക്കാണും ഡെൽ ക്രോസ് U3 V3. ഓക്കെ, U1 by H3 H2 dou by dou Q2 V3 H3 minus U2 by H3 H1 dou by dou Q1 V3 H3. എന്ത് ചെയ്താൽ മതി? ഇതിനെ മൂന്നിനെയും വി ഹാവ് ഡെൽ ക്രോസ് വി, ആ ഡെൽ ക്രോസ് വിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടത്, ഇവിടെ രണ്ട് U1 ടേംസ് ഉണ്ട്, രണ്ട് U2 ടേംസ് ഉണ്ട്, രണ്ട് U3 ടേംസ് ഉണ്ട്. ഗ്രൂപ്പ് ചെയ്ത് എഴുതുക. അതായത് ഫസ്റ്റ് റൈറ്റ് U1 കോമൺ ആയിട്ടുള്ള ഏതിനെയൊക്കെ ഈ രണ്ട് ടേമിൽ നിന്നാണ്. അപ്പം U1 by H3 H2 കോമൺ ആയിട്ട് എടുത്താൽ എന്താ ഉള്ളത്? ഡോ ബൈ ഡോ Q2 ഓഫ് V3 H3 മൈനസ് V2 H2. അതുപോലെ U2നെ കോമൺ ആയിട്ട് എഴുതുക, അതുപോലെ U3യെ കോമൺ ആയിട്ട് എഴുതുക. ഇതിനെ മൂന്ന് ടേം ബൈ ടേമിനെ കോമൺ ആയിട്ട് എഴുതുക. കോമൺ ആയിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഈ രീതിയായിരിക്കും കിട്ടുന്നത്. ആദ്യം U1നെ U1 കോമൺ ആയിട്ട് എടുത്തു, അപ്പോൾ അവിടെ H2 H3 ഉണ്ട്. സോ യു വിൽ ഗെറ്റ് ദിസ് ടേം. അതുപോലെ U2 എഴുതുക, U3 എഴുതുക. സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കിക്കേ. സ്വന്തമായിട്ട് എഴുതണം. എഴുതിയതിന് ശേഷം മാത്രമേ ഇത് കാണാവുള്ളൂ ബാക്കി. അപ്പോൾ U1ൻ്റെയും U2ൻ്റെയും U3ൻ്റെയും ടേം ബൈ ടേം കോമൺ ആയിട്ട് എഴുതിയാൽ ഇതുപോലുള്ള മൂന്ന് ടേം നിങ്ങൾക്ക് കിട്ടും. ഈ മൂന്ന് ടേം വേറെ ആരുമല്ല, ഈ മൂന്ന് ടേം കിട്ടുന്നത് ഈ ഒരു ഡിറ്റർമിനന്റിനെ സോൾവ് ചെയ്യുമ്പോഴാണ്. അതായത് ഇറ്റ് ഈസ് this expression is equivalent to 1 by H1 H2 H3 determinant H1 U1 H2 U2 H3 U3 dou by dou Q1 dou by dou Q2 dou by dou Q3 V1 H1 V2 H2 V3 H3. അതായത് ഈ ഡിറ്റർമിനന്റിനെ H1 H2 H3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദിസ് എക്സ്പ്രഷൻ. വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം ഓരോ ടേം ബൈ ടേം ആയിട്ട് ഇതിനകത്ത് ഡിറ്റർമിനെ സോൾവ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് വാട്ട്? ഫസ്റ്റ് വൺ dou by dou Q2 into V3 H3 minus dou by dou Q3 of V2 H2 അല്ലേ? ഏതാ? H1 U1 into താഴെ H1 H2 H3 ഉണ്ട്. H1 H1 ക്യാൻസൽ ചെയ്യും. സോ ദാറ്റ് യു വിൽ ഗെറ്റ് U1 by H2 H3. ഇത് അതല്ലേ ഇത്. അടുത്ത മൈനസ് H2 U2 into dou by dou Q1 of V3 H3 minus dou by dou Q3 of V1 H1. അതായത് യു ക്യാൻ റൈറ്റ് ഡെൽ ക്രോസ് V in an orthogonal curvilinear coordinate system as 1 by H1 H2 H3. കാണാതെ പഠിക്കണം. ഡിറ്റർമിനന്റ് H1 U1 H2 U2 H3 U3 dou by dou Q1 dou by dou Q2 dou by dou Q3 V1 H1 V2 H2 V3 H3. ഓക്കെ, നിങ്ങൾ പഠിച്ച കാർട്ടീഷ്യൻ ഫോമുമായിട്ട് ഇതിനൊന്ന് നോക്കിക്കേ. കാരണം ഡെൽ ക്രോസ് വി നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ പഠിച്ചത് വളരെ സിമ്പിൾ ആയിരുന്നു. ഡെൽ ക്രോസ് വി കാരണം എന്താ? കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ H1ഉം H2ഉം H3ഉം 1 ആണ്. അപ്പോൾ 1 by 1 is 1 ഈക്വൽ ടു എങ്ങനെ പഠിച്ച? ഡിറ്റർമിനന്റ് ഓഫ് അവിടെ യൂണിറ്റ് വെക്ടർ ഏതൊക്കെയായിരുന്നു? IJK ആയിരുന്നു. H1ഉം H2ഉം H3ഉം 1 ആണ്. സോ IJK എഴുതി. അടുത്ത ഡെല്ലിന്റെ കമ്പോണന്റ് ഡോ ബൈ ഡോ എക്സ് അല്ലേ? കാർട്ടീഷ്യൻ അവിടെ Q1 Q2 Q3 XYZ ആയിരുന്നു. അപ്പോൾ ഡോ ബൈ ഡോ Q1 പകരം ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്. അടുത്തതോ V1 H1 എന്താ? അവിടുത്തെ കമ്പോണൻസ് എന്ന് പറയുന്നത് നമ്മൾ വിന്റെ കമ്പോണൻസ് V1 V2 V3 ആയിട്ട് എടുത്തു. കാരണം H1 H2 H3 1 ആണ്. അപ്പം V1 V2 V3. ഇത് ആർക്ക് മാത്രമാണ്? കേൾ ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അതിന് മാത്രമാണ് ഇത് കറക്റ്റ്. ഇൻ ജനറൽ ഓർത്തോഗണൽ കർവിലിനിയർ കോർഡിനേറ്റ് സിസ്റ്റം യു ഹാവ് ടു റൈറ്റ് you have to consider the scale factors also. ആ സ്കെയിൽ ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്യണം. ദ എക്സ്പ്രഷൻ ഫോർ ഡെൽ ക്രോസ് വി 1 by H1 H2 H3 ഡിറ്റർമിനന്റ് ഓഫ്
എന്താ എഴുതുന്നത്? H1 H2 H3 എന്നല്ല എഴുതേണ്ടത്. H1 U1 H2 U2 H3 U3 then dou by dou Q1 dou by dou Q2 dou by dou Q3 then V1 H1 V2 H2 V3 H3. ഇനി നമുക്ക് അടുത്ത എസ്സേ എന്ന് പറഞ്ഞാൽ we have to write the differential operators in spherical polar and cylindrical polar. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് സ്ഫെറിക്കൽ പോളാർ ആണെങ്കിൽ അവിടെ H1 H2 H3 എത്രയാണ് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടെ U1 U2 U3 എന്താണ്, അവിടെ Q1 Q2 Q3 എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ you will get what is the curl in spherical polar coordinate system. അത് നമുക്ക് അടുത്ത എസ്സേ ആയിട്ട് ചെയ്യാം. അപ്പം ഇത് വളരെ നല്ല രീതിയിൽ നോക്കുക. നമ്മൾ പഠിച്ച കേൾ ആദ്യം കേൾ എഴുതിയതിന് ശേഷം എന്ത് ചെയ്തു? അതിനെ 3 ടേമായിട്ട് എഴുതി. ഡെൽ ക്രോസ് U1 V1 കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിക്കാൻ വീനി ഡെൽ ക്രോസ് U1 അത് നമ്മൾ ഡൈവർജൻസിൽ പ്രൂവ് ചെയ്തു. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ ഡെൽ ക്രോസ് U1 V1 കണ്ടുപിടിച്ചു. ഓക്കെ, ആ ഡെൽ ക്രോസ് U1 V1 കണ്ടുപിടിച്ചതിന് ശേഷം ഡെൽ ക്രോസ് U2 V2 ഡെൽ ക്രോസ് U3 V3 കണ്ടുപിടിച്ചു. ഇവിടെ നമുക്ക് 6 ടേമാണുള്ളത്. അതിൽ 2 ടേമിൽ U1 കോമൺ ഉണ്ട്, 2 ടേമിൽ U2 കോമൺ ഉണ്ട്, 2 ടേമിൽ U3 കോമൺ ഉണ്ട്. അത് ഇതേപോലെ നമ്മൾ എഴുതി. ഇതെന്ന് പറയുന്നത് ഈ ഒരു ഡിറ്റർമിനന്റ് ഡിവൈഡ് ബൈ H1 H2 H3 ആണ്. സോ ദിസ് ഇസ് ദ ഫോം ഓഫ് ഡെൽ ക്രോസ് V. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഇത് എഴുതി തന്നെ പഠിക്കുക, എഴുതി തന്നെ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.